റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടെ പറയുന്നു, ഒരു കുഞ്ഞ് ജന്മം കൊള്ളുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അകാരണമായി അബോർട്ട് ചെയ്ത് കളയരുത്, അബോർഷൻ ചെയ്യരുത്. അതൊരു ജീവിതമാണ്, ഒരു ജീവനാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട്, ചെലവേറെയായിരിക്കും, കുഞ്ഞിനെ പഠിപ്പിക്കണം, അവർക്ക് സ്കൂള് വേണം, യൂണിവേഴ്സിറ്റി വേണം, വിവാഹം ചെയ്തു കൊടുക്കണം, മക്കൾക്കൊരു കരിയർ ആകുന്നവരെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം. ഇതെല്ലാം ഭാരമാണ് എന്ന് വിചാരിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങൾ ഗർഭഛിദ്രം ചെയ്ത് നശിപ്പിച്ചു കളയരുതേ. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ഭാവിയിൽ ദാരിദ്ര്യം വരുമെന്ന് പേടിച്ചിട്ട് ഈ മക്കൾക്ക് ഞാൻ എങ്ങനെ ചെലവ് കൊടുക്കും, ഇവരൊരു ഭാരമാകുമോ, അതുകൊണ്ട് കുഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അബോർഷൻ ചെയ്യരുതേ. നഹ്നു നർസുഖുഹും വഇയ്യാകും. ജനിക്കാൻ പോകുന്ന ആ മക്കൾക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് ഞാൻ തന്നെയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലെ ഓരോ ജീവിയുടെയും ജീവിക്കാൻ ആവശ്യമായ, സർവൈവലിന് ആവശ്യമായ എല്ലാം നിർണയിച്ചു കൊടുക്കുന്നതും നടത്തി കൊടുക്കുന്നതും നാം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണവും നിലനിൽപ്പിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞാൻ ഏറ്റെടുത്തതല്ലയോ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ കൊല്ലരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നഹ്നു നർസുഖുഹും വഇയ്യാകും. അവർക്കും നിങ്ങൾക്കും. മക്കളെക്കുറിച്ച് ആദ്യം പറയുന്നത് വരാൻ പോകുന്ന മക്കൾക്ക്, അവരിലൂടെ ദാരിദ്ര്യം വരുമെന്നാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ ആ മക്കൾക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാം തന്നെയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഇനി ഒരിടത്ത് പറയുന്നത് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെയുണ്ട് സൂറത്തുൽ ഇസ്രായിൽ തന്നെ. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യം കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിച്ചു കളയരുത്. ജീവിച്ചിരിക്കുന്ന മക്കളെ കുരുതിക്ക് കൊടുക്കരുത്. ദാരിദ്ര്യമാണ്, കടബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് നഹ്നു നർസുഖുക്കും വഇയ്യാഹും. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ്. കാരണം നിലവിൽ ദാരിദ്ര്യമുണ്ട് എന്നതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത് പേടിയെക്കുറിച്ചല്ല, ദാരിദ്ര്യം വരുമോ എന്ന പേടിയല്ല. ഇപ്പോൾ ദാരിദ്ര്യമുള്ളതിന്റെ പേരിൽ നിങ്ങൾ മക്കളെ കൊന്നുകളയരുതേ, നിങ്ങൾ മക്കളുടെ ജീവൻ ഒടുക്കരുതേ. കാരണം നിങ്ങൾക്കും ആ മക്കൾക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. റൂഹൂദി കഴിഞ്ഞാൽ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അകാരണമായി കൊല ചെയ്യുന്നത് പോലെയാണ് ഗർഭചിത്രം ചെയ്യപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നഹു കാന ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ വൻപാപങ്ങളായി നബി തങ്ങൾ പറഞ്ഞത് അൻ തഖ്തുല വലദക മഖാഫത അൻ യത്ഇമ മഅക. നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയുന്നത് വൻപാപങ്ങളിൽ വൻപാപമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ. പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലം മക്കയിലെ ചില ഗോത്രക്കാർ, എല്ലാവരുമല്ല, മക്കയിലെ ചില ഗോത്രക്കാർ ചെയ്തിരുന്നൊരു പരിപാടി, ഒരു പെണ്ണ് പ്രസവിക്കുകയാണെങ്കിൽ ഒരു കുഴി കുഴിച്ച് ആ കുഴിയുടെ വക്കത്ത് വെച്ചിട്ടാണ് പേറ്റുനോവെടുക്കാറുണ്ടായിരുന്നത്. ആ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ നേരാ കുഴിയിലേക്ക് എറിയുകയും മണ്ണ് വാരി മൂടുകയും ചെയ്തിരുന്ന കാലം. ആൺകുട്ടിയാണെങ്കിൽ വീട്ടിലേക്ക് അതിനെ കൊണ്ടുവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. നിരപരാധിയായി ഒരു തെറ്റും ചെയ്യാത്ത ഭൂമിയിലേക്ക് ജീവനോടെ കടന്നു വന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ നാളെ ആ പിഞ്ചു പൈതലിനോട് അല്ലാഹു ചോദിക്കുമത്രേ, കുഞ്ഞേ ബിഅയ്യി ദംബിൻ ഖുതിലത്, മോളെ എന്തിനായിരുന്നു മോളെ നീ കൊല ചെയ്യപ്പെട്ടത്?
എന്തിനായിരുന്നു മോളെ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നെ കൊല ചെയ്തത് എന്ന് ആ പിഞ്ചു പൈതലിനോട് വിചാരണ നാളിൽ അള്ളാഹു ചോദിക്കുമെന്നും മാതാപിതാക്കൾ അതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നും പറഞ്ഞപ്പോ ഹബീബിന്റെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ടുവന്ന് പരാതി പറഞ്ഞ, സങ്കടം ബോധിപ്പിച്ച, തൗബ ചെയ്ത് മടങ്ങിയ എത്രയോ സ്വഹാബിമാരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ يَتَوَارَىٰ مِنَ الْقَوْمِ مِن سُوءِ مَا بُشِّرَ بِهِ أَيُمْسِكُهُ عَلَىٰ هُونٍ أَمْ يَدُسُّهُ فِي التُّرَابِ. സൂറത്തു النحل. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ. ആധുനിക കാലത്ത് ആണും പെണ്ണും കുട്ടികളെ നൽകുന്നത് അല്ലാഹുവാണ്. ആണോ പെണ്ണോ ആയി മക്കൾ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു ഉമ്മക്കോ ഒരു ഉപ്പക്കോ ഒരിക്കലും ഒരു നിലക്കും ഇടപെടുക സാധ്യമല്ല എന്ന് ശാസ്ത്രീയമായി തന്നെ ബോധ്യമുള്ള ഒരു തലമുറയാണ് ഇപ്പോഴത്തേത്. എന്നിട്ട് പോലും പെൺകുട്ടിയെ വേണ്ടെന്നോ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ സന്തോഷം കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. 6-ാം നൂറ്റാണ്ടിന്റെ ജാഹിലിയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണതെന്ന് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. അവരാർക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് ഒരു സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്താൽ വല്ല വജ്ഹുഹു മുസ്വദ്ദാ. അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നത് കാണാൻ കഴിയും. വഹുവ കദീം. ആ പിതാവിന്റെ മുഖത്ത് ദേഷ്യം കാണാമായിരുന്നു. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. കുഞ്ഞ് ജനിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞതിന്റെ പേരിൽ ആർക്കും മുഖം കൊടുക്കാതെ അവർ സമൂഹത്തിൽ നിന്ന് ഓടി മറയുകയാണ്. ചിന്തിക്കുന്നത് അയുംസികുഹു അലാ ഹൂനിൻ. ആ കുഞ്ഞിനെ നിന്ദ്യതയോടെ അപമാനത്തോടെ വെച്ച് പൊറുപ്പിക്കണമോ പോറ്റി വളർത്തേണമോ, അം യദുസ്സുഹു ഫിത്തുറാബ്. ആ കുഞ്ഞിനെ മണ്ണിൽ തന്നെ ഇട്ടേച്ചു മൂടേണമോ, മണ്ണിലിട്ട് മൂടിക്കളയണോ, അല്ലെങ്കിൽ അപമാനതയോടുകൂടെ കുഞ്ഞിനെ വളർത്തേണമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം പെൺകുഞ്ഞ് ജനിച്ചാൽ ആണും പെണ്ണും അല്ലാഹു നൽകുന്ന നിഅമത്താണ്. പെൺകുട്ടികൾ പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് ബാധ്യതയാവുകയാണെന്നാണ് അവർ ധരിക്കുന്നത്. ആൺകുട്ടികളെ പോലെയല്ലല്ലോ. ജോലിക്ക് പറഞ്ഞയച്ചിട്ടോ അധ്വാനിപ്പിച്ചിട്ടോ പുറത്തിറങ്ങി അവസരങ്ങൾ നൽകിയിട്ടോ മക്കളിലൂടെ ഒരു വരുമാനം കിട്ടണമെന്ന് പെൺകുട്ടികളെ പോലെ ആൺകുട്ടികളെ കുറിച്ച് ചിന്തിക്കുക അന്ന് പ്രയാസമായിരുന്നു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.